ആണ് നമ്മൾ കാണാൻ പോണത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഓണം വ്ളോഗില് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മുടെ 2 വീട്ടുകാരുണ്ട്. പിന്നെ ഇന്ന് പുതിയതായിട്ട് ഒരു കൂട്ടരും കൂടി ഉണ്ട് കേട്ടോ. അതായത് എന്റെ എന്താ പറയാ, എന്റെ വീട്ടിലത്തെ ഞങ്ങളുടെ കസിൻ ഉണ്ട്. അതായത് പറഞ്ഞു വരുമ്പോ എന്റെ അപ്പച്ചന്റെ അനിയന്റെ ഭാര്യയും കുട്ടി മോനും അങ്ങനെയാണ്. അപ്പൊ അത്രയും എപ്പോഴും ബാക്കി എല്ലാവരും അറിയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കും, ഇതാണ് പുതിയ ആൾക്കാരുന്ന് വീഡിയോ കാണുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു തന്നെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അപ്പൊ ഞങ്ങളിന്ന് ചെയ്യാൻ പോണത് എന്നിട്ട് വെച്ചാൽ ഞങ്ങളുടെ വ്ളോഗ് തുടങ്ങണത് ഓണത്തിന്റെ തലേ. അപ്പൊ അതെ അമ്മ അപ്പൊ നമ്മുടെ പാർക്കുട്ടീനെ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മളിന്ന് നമ്മുടെ ഓണം വ്ളോഗ് തുടങ്ങണം തലേന്ന് കേട്ടോ. ഞങ്ങളിത് ഇവിടെ പൂക്കളത്തിന് ഇവിടെ ഞങ്ങളുടെ വീട്ടിലത്തെ ഡിസൈനർ പൂക്കളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നിട്ട് മാച്ചിട്ട് വരയ്ക്കും. ആദ്യം വരച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും കൂടി പൂന്നുള്ള കേട്ടോ. ഞങ്ങൾ ഇനി പൂന്നുള്ളിക്ക് സമയത്തില് ഇപ്പൊ 8 മണിക്കാണ് ഞങ്ങൾ തുടങ്ങണത്. ഞാൻ അപ്പൊ കഴിയുന്നൊന്നും അറിയില്ല. അപ്പൊ അത് അമ്മ ഉറങ്ങാണ്ടിരിക്കും, ഞങ്ങൾ അമ്മൂട്ടി ഇപ്പൊ ഉണ്ടാവും ഉറങ്ങാണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ ഞങ്ങളുടെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പാറുക്കുട്ടി എന്താ പറയാ, നമ്മൾ ആദ്യം വരച്ച ചെറിയ പൂക്കളായിരുന്നു. അപ്പൊ അതുമ്പോ പാറുക്കുട്ടി പണി പഠിക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ചധികം പൂ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് മാച്ചിട്ട് വേറെ വരയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ എല്ലാവരും ഇവിടെ ഇരുന്ന് നന്നായിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ ചെത്തി മിനിക്ക് നല്ല അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ സെക്ഷനൊക്കെ തിരിച്ചിട്ട്. അപ്പൊ എല്ലാവരും ഉണ്ട്. ഭയങ്കര വൈബായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് കോപ്പിറൈറ്റിന്റെ പ്രശ്നം തന്നെ. കാരണം അപ്പൊ ഇങ്ങനെ കുറച്ചധികം പൂവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ആദ്യം ഇട്ടത് കുഞ്ഞു പൂക്കളായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ പിന്നെ കുറച്ച് വലുതാക്കാം. അപ്പൊ ആ പൂവൊക്കെ അങ്ങനെ അങ്ങോട്ട് തീരൂല. അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത ദിവസം ഒന്നും പൂക്കളിടാൻ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ പൂക്കളൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ കാണാത്തവർക്ക്. ഇതാണ് എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ അച്ഛൻ. അതാള് അങ്ങനെ അവിടെ ഇരുന്ന് ആടി. നമ്മുടെ ടിപ്പുചേട്ടൻ ഉണ്ട് ഇവിടെ. ടിപ്പുചേട്ടനായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ ഒരു നാടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ആള് നിങ്ങൾ ഇട്ടോ, ഞാൻ ഇവിടെ ഇരുന്ന് ഇരിക്കാൻ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പൂക്കളം സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാറക്കുട്ടീനെ കാണണ്ടേ. പാറക്കുട്ടിയാണെങ്കിൽ അച്ചാച്ചൻ അവിടെ ഉണ്ട്. അച്ചാച്ചൻ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ അങ്ങനെ പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നിറയെ പുല്ലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടി അച്ചാച്ചൻ ഇതേ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ അപ്പച്ചൻ, അതായത് എൻ്റെ അച്ഛൻ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അംഗങ്ങളെയൊക്കെ പരിചയപ്പെടാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കസിനാട്ടോ, എൻ്റെ കസിൻ, അതായത് എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോൻ. പിന്നെ എൻ്റെ അമ്മൂട്ടി, ചേട്ടൻ്റെ അനിയൻ, ചേട്ടൻ്റെ അമ്മ. പിന്നെ ഇത് അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ. ഇത് എൻ്റെ അമ്മ. അതുപോലെ തന്നെ ഇനി എന്നെ കണ്ടേ, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ. പിന്നെ എൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മിസ്റ്റർ കെട്ടിയോൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആള് കുറച്ചും കൂടെ എനിക്ക് പോയി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയോ, നമ്മുടെ പൂക്കളത്തിന് ഡിസൈനറാണ് നമ്മുടെ വീട്ടിലത്തെ. അത് നന്നായി പടം വരയ്ക്കും കേട്ടോ. നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കും. അതാണ് ഭയങ്കര കലാകാരനൊന്നല്ല, ഭയങ്കര പടം വര ആർട്ടിസ്റ്റ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ കുറച്ചധികം പൂക്കളൊക്കെ സെറ്റാക്കി. എന്താ വെച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ആദ്യം തന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കില്ലാവാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ച് വയറെന്ന് വെച്ചാൽ എല്ലാവർക്കും മടിയാവും. അപ്പം അതിനേക്കാൾ മുന്നത് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മൾ പൂക്കളിടുന്ന നമ്മളെല്ലാ കൊല്ലം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചേട്ടൻ്റെ പൂക്കളെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അമ്മുക്കുട്ടിയും ചേട്ടനും കൂടിയിട്ടാ പൂക്കളം വരയ്ക്കണേ. നമ്മൾ എന്താ പറയാ, ഭയങ്കര സെറ്റപ്പിലെ പൂക്കളം വരച്ചിരുന്നേ. നമ്മൾ എന്താ സ്കൂളിലൊക്കെ നമ്മൾ പൂക്കള മത്സരത്തിനൊക്കെ വരയ്ക്കില്ല, അതുമാതിരി ചേട്ടനൊക്കെ ഭയങ്കരമൊക്കെ ആയിട്ട് അതിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരുന്നു ചേട്ടൻ, എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ പൂവൊക്കെ ആയിട്ട് സെറ്റായി എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ആദ്യം ഇങ്ങനെ തണുത്തിരുന്നിരുന്ന. പിന്നെ എൻ്റെ അമ്മയും അതുപോലെ തന്നെ മാമിയും അമ്മയൊക്കെ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റ് ആയി പൂക്കളിടാനും ഓടാനും ചാടാനും. എന്നെ അവിടെ കാണാത്തത് ക്യാമറ കൊണ്ട് നടക്കണം. എന്നെ നമുക്ക് വേറെ ക്യാമറ വീഡിയോ എടുക്കാനൊന്നും വേറെ ആരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സന്തോഷിച്ച് പൂക്കളിടുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. നമുക്കിപ്പോൾ അടുത്ത കൊല്ലവും അതിന് പിന്നത്തെ കൊല്ലം ഒക്കെ നമുക്കിങ്ങനെ കാണാമല്ലോ യൂട്യൂബിലിട്ടാൽ. ഇപ്പോൾ നമ്മുടെ വീഡിയോ അധികാരം കണ്ടില്ലെങ്കിലും നമുക്കെങ്കിലും കാണാം. എനിക്കതാണ് സന്തോഷം. ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. നമ്മളിപ്പോൾ മോളുടെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഇട്ടപ്പോൾ മറ്റുള്ള ആരും കണ്ടില്ലെങ്കിലും നമുക്കെങ്കിലും നമ്മുടെ വീഡിയോസ് പിന്നെയും കുറച്ച് കൊല്ലം കഴിയുമ്പോൾ കാണാമല്ലോ. അമ്മൂട്ടിയുടെ വീഡിയോ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുഞ്ഞിലത്തെ. പിന്നെ അത് കോപ്പിറൈറ്റ് കാരണം ഞാൻ പ്രൈവറ്റായിട്ട് വെച്ചു എന്ന് മാത്രം. അപ്പൊ നമ്മുടെ കയ്യിൽ ഞങ്ങള് എന്താ പറയാ, ഇങ്ങനത്തെ ഓണം വെക്കാനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും
കഴിഞ്ഞപ്പോ ദേ നമ്മുടെ അമ്മച്ചി വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഇവർ വരുമ്പോൾ തന്നെ ഞാൻ ബീഫും ചിക്കനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കുക. പിന്നെ നമ്മുടെ ഹാഫ് കുക്കിട്ട് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അത് അങ്ങ് പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റുമല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ചോറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും, പിന്നെ ഞാൻ കഴിച്ചില്ല. ഞാൻ നാളെയാണ്, അതായത് ഓണത്തിൻ്റെ എന്നാണ് ഡയറ്റ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കറക്റ്റ് നമ്മുടെ 3:30 ഒരു കാപ്പി കുടിച്ച് അവസാനിപ്പിച്ചതാണ്. പിന്നെ എനിക്ക് ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം വൈകിട്ട് എണീറ്റ് കേട്ടോ. കാരണം ഇന്ന് എല്ലാവരും ഉള്ളതല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫുഡ് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ പണിയില്ല. എല്ലാവരും നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ദേ നമ്മൾ കാലത്ത് എണീറ്റു. ഇന്ന് ഞാൻ ഡയറ്റ് നോക്കണില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം, ഇന്നലെ വരെ രാത്രി ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ഡയറ്റ് ഇല്ല. അപ്പം ഞാൻ കാലത്ത് ഫുഡ് കഴിക്കും, ഉച്ചയ്ക്കും ഫുഡ് കഴിക്കും, വൈകുന്നേരം ഫുഡ് കഴിക്കും. അത് എന്താ പറയുക, ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു കുറേ ദിവസമായിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ന് എക്സസൈസ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഇത് എണീറ്റിട്ടുള്ളൂ. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇതേ ചായ കുടിച്ചിട്ട് കുളിക്കണം. കുളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഞാൻ അല്ലാതെ ചില്ലറങ്ങി നടന്ന് ഞാൻ ഫുഡ് വരും. അപ്പോൾ ഫുഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ എന്തായാലും പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേ കാപ്പി കുടിക്കാം കേട്ടോ. അപ്പോൾ കാപ്പി കുടിക്കാൻ മീൻസ് ഇപ്പോൾ ഒരു 9:30 അപ്പോൾ ഞാൻ 8 മണിക്ക് എണീറ്റതാണ്. പക്ഷെ 9:30 അപ്പോൾ ഫുഡ് കാലത്തെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരണോ നേരം ആവണുള്ളൂ. അപ്പോൾ വയറിനുള്ളൊരു കത്തലിങ്ങനെ. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണ തന്നെ. അപ്പോൾ എല്ലാവരും ഇവിടെ കാപ്പി കുടിക്കേണ്ട സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ഓണത്തിൻ്റെ. അപ്പോൾ അമ്മും ചേട്ടൻ അനിയനും വീട്ടിൽ പോയിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞൊരു ഓണത്തിന്റെ വിശേഷം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ കാപ്പിയും കൊണ്ട് ചെന്നപ്പോ ഇവരെല്ലാവരും ഇങ്ങനെ കാപ്പി കുടിക്കണ്ട. എല്ലാവരും കുറച്ച് നേരം വൈകിട്ട് എണീറ്റ്. ഞാൻ പതിവിൽ എല്ലാവരൊക്കെ വിട്ടിട്ട് നേരം വൈകി എണീറ്റ്. കാരണം ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമേ ഉറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 4 മണിയാകുമ്പോൾ എൻ്റെ റുട്ടീൻ അങ്ങനെയാണ്. 4 മണിക്ക് പുലർച്ചെ എണീക്കും. ഭയങ്കര റിലാക്സ് ആണ്. ഇപ്പൊ 4 മണിക്ക് എണീറ്റ് ഭയങ്കര ഒരു വൈബാട്ടോ. നമുക്ക് ഭയങ്കര എനർജി ഒക്കെ ഫീൽ ചെയ്യും നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ. നമ്മൾ ചെറുപ്പാവണേൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചെറുപ്പം ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡ് വന്നു. നമുക്ക് ഇഡലി, അതുപോലെ തന്നെ സാമ്പാർ, ചട്നി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ചിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ എല്ലാവരും വേറെ പണികളില്ലല്ലോ. നമ്മൾ അമ്മമാരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് രസമല്ല. ഈ അടുക്കളയിൽ കുറച്ച് പണി എടുക്കുന്ന നല്ലതാട്ടോ. എല്ലാവരും കൂടി എടുക്കുമ്പോൾ എൻജോയ്മെൻ്റ് ആണ്. പക്ഷെ നമുക്ക് സ്ഥലം കുറവാണ്. പിന്നെ പാത്രങ്ങളില്ല എല്ലാവർക്കും കൂടി സെറ്റ് ആക്കാനുള്ളതും. അതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും അപ്പോൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ കുളിക്കാതെ പാർക്കുട്ടി കണ്ട കുളി കഴിഞ്ഞിട്ട് ഞാൻ വിട്ട ആളാണ് പോയി നിന്നിട്ട് മണ്ണ് വന്നത്. അപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു ചുരിദാർ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3-4 ചുരിദാർ ആമസോണിൽ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരിദാർ ഇട്ടു. പിന്നെ ഒരു കമ്മലിട്ടു. അപ്പോൾ ഞാൻ ഇട്ട കമ്മലിട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതന്നെ നിനക്കുള്ളൂന്ന്. അപ്പോൾ ഞാൻ പോയിട്ട് വേറൊരു കമ്മലെടുത്തിട്ട് വന്നു കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ അമ്മയും ഒക്കെ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. എല്ലാവരും ഏകദേശം സെറ്റിൻ്റെ ഒക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ അമ്മക്കുട്ടി സെറ്റായി. പാർക്കുട്ടി ഞാൻ ഒരു ഓണക്കോടി എടുത്താട്ടത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളത്. കാരണം അതൊക്കെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാനും പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കാട്ടാ. അപ്പൊ എല്ലാരും ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുക അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എന്താ പറയാ ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. പിന്നെ ഈ ഫോട്ടോകളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണതിൻ്റെ അല്ല, ആ ഇതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെല്ലാവരും കൂടി ഇതിനെ എൻജോയ് ചെയ്യുമ്പോഴേ നമുക്ക് എന്താ പറയാ നമുക്ക് അടുത്ത വല്ല ആരൊക്കെ ഉണ്ടെന്നോ ആരൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതുപോലെ കൂടാൻ പറ്റുന്നോ ഒന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഓർക്കാൻ. അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ ഓർമ്മകളൊക്കെ, അതായത് ഓണത്തിന് ഞാനും എൻ്റെ അമ്മയും അപ്പച്ചനും ഒക്കെ കൂടിയിട്ട് അനിയനൊക്കെ കൂടിയിട്ട് പൂക്കളിടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കും. അതിൻ്റെ ഇടയിൽ പള്ളിയിൽ പോവും. അവൻ മുടക്കു ദിവസമാണെങ്കിൽ പള്ളിയിൽ പോവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കും. അച്ചാച്ചനും അച്ഛമ്മയും അമ്മച്ചിയും അപ്പാപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓണം അവരവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് അതുപോലെ തന്നെ ചെയ്ത് സന്തോഷം അവരുടെ മക്കൾക്ക് പങ്കുവെക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫോട്ടോ എടുത്ത് ഞങ്ങളെല്ലാവരും മാറി ഫോട്ടോ എടുത്തു. അതിനിടയിലാണ് ചേട്ടനോട് ഫോട്ടോ എടുത്ത് തന്നപ്പോൾ ഇത് ഞാനില്ല ഇതിലെന്ന് പറഞ്ഞപ്പോൾ വന്നാൽ പിന്നെ നമുക്ക് ടൈമർ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ആൾ ടൈമർ ഇട്ടിട്ട് ഓടി വന്നിട്ട് എടുത്തു ഫോട്ടോ. അങ്ങനെയാട്ടോ നമ്മൾ ചെയ്തത്. നമുക്ക് വേറെ അങ്ങനെ ആരും എടുത്തു തരാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ അതിനുശേഷം ഓരോരുത്തരും മാറ്റി ഫോട്ടോ എടുത്തു. അത്ര നന്നായിട്ടൊന്നുമില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത്. പക്ഷേ നമ്മുടെ കയ്യിൽ
ആ ഫോട്ടോസൊക്കെ നമുക്ക് ഇടയ്ക്കെടുത്ത് നോക്കാം. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടുകാരൊക്കെ മിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കി കണ്ട് നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ രസമാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സെറ്റാണ്. അപ്പൊ എല്ലാരും കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്തിച്ചു നോക്കി നിൽക്കുക. കാരണം ഇവിടെ ഭയങ്കര വെയിലാട്ടാ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണാഘോഷം എന്ന് വിചാരിക്കണം. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയുടെ വക എല്ലാവർക്കും അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളെല്ലാവരും പിള്ളേർ സെറ്റൊക്കെ കൂടി പോയിട്ട് നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തെടുക്കാൻ പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളും കുറച്ച് അപ്പച്ചൻ പോയിണ്ടായിരുന്നില്ല, ഞങ്ങളും അപ്പച്ചനൊക്കെ കൂടിയിട്ട് പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് ശർക്കരപ്പരിയും കൈവർത്തൊക്കെ തിന്നിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അവർ വന്നു. പക്ഷെ 2 മണി ആവാറായിട്ടോ. കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഫുഡ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ സംഭവം. അങ്ങനെ അവർ വന്നു. ഉറക്കം വരണ്ട, ഉറങ്ങിയില്ലേ? അപ്പൊ നമ്മുടെ സദ്യ വന്നു കേട്ടോ. സദ്യ ഞാൻ പറഞ്ഞില്ലേ കാലത്ത് നമ്മുടെ പഴയടല്ലേ, പഴയടത്തിന്റെയാണ് കേട്ടോ നമ്മൾ സദ്യ ഓർഡർ ചെയ്തത്. ഭയങ്കര ഫേമസ് അല്ലേ. അത് കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട്. പായസം ഇതും പിന്നെ മിറ്റാ ഇതുണ്ടോ, സ്ഥലമുണ്ടോ? ഇവിടെ വെച്ചോ, ഇവിടെ മാമു കഴിക്കണ്ടേ? വാ അമ്മ എടുത്തൊന്നും ആരോ വെച്ചോടോ. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം പഴയിടത്തിൻ്റെ അവിടെ നിന്ന് ഫുഡ് ഒരു പ്രാവശ്യം ഞങ്ങൾ ചേട്ടനിക്ക് ഒരു ഊണ് വാങ്ങി കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഊണ് ഭയങ്കര ഫേമസ് ആണ്. സംഭവം കുറച്ച് പ്രൈസൊക്കെ ഉണ്ട്, എന്താ പറയുക, നല്ല റേറ്റൊക്കെ ഉണ്ട്. എന്നാലും 25 കൂട്ടാണ് എല്ലാം കൂടിയിട്ടുള്ളത്, എല്ലാം അടക്കം. അങ്ങനെ അപ്പോൾ കുറേ അപ്പം ഞങ്ങൾ 25 കൂട്ടം 3 സെറ്റായിട്ട് വന്നിട്ടുള്ള. പാക്കുട്ടിയാണോ മാമൊഴിക്കായിരിക്കുന്നേ? പാക്കുട്ടിയുടെ അല്ലയാ? പാർക്കുട്ടി ഇതിലൊന്നും കൈയിടാണ്ടിരിക്കാനായിട്ട് അമ്മച്ചി പാർക്കുട്ടീനെ കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് നുള്ളിപ്പറക്കി ഇരിക്കും. പിന്നെ ഈ ചെപ്പുകളൊക്കെ തുറക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പൊ എല്ലാവരും കൂട്ടാണ്ട് ഇറങ്ങി എല്ലാവരും കൂടി ചെപ്പുകൾ ഓരോന്നോരോന്നായിട്ട് തുറന്ന് ഇങ്ങനെ നമുക്ക് 3 സെറ്റായിട്ട് വന്നിട്ടില്ല. അപ്പൊ 3 സെറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ ഓരോ സെറ്റായിട്ട് മാത്രം എടുത്താലും പറ്റില്ല, 3 തുറക്കണം. അങ്ങനെ അപ്പൊ 3 കൂട്ടം പായസം അടക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊ നല്ല രസമായിരുന്നു എന്തായാലും. ഞങ്ങളെല്ലാം പിന്നെ ആ വലിയ കിറ്റുകൾ ഇരിക്കില്ല, ബക്കറ്റ് മറ്റേ ചോറായിരുന്നു കേട്ടോ. ചോറ് വലുതിലാണ്. അതാകുമ്പോൾ നമുക്ക് പിന്നെ വലിയ പണിയില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ തുറക്കാൻ കുറച്ച് പണിയാണ്. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ തുറക്കും, അങ്ങനെ ഓരോരുത്തർ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ തന്നെ ഉള്ളു, എന്നാലും നമുക്ക് തന്നെ വിളമ്പി നല്ല രസമാണ്. അങ്ങനെ തുറന്നു നോക്കി, പിന്നെ ടേസ്റ്റ് നോക്കിയതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ അതുപോലെ തന്നെ പഴം, ഉപ്പേരി, പപ്പടം, പിന്നെ വേറെ കാര്യം ബോളി ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ബോളി ഞാൻ തോന്നുന്നു ആ സംഭവം നമ്മൾ പായസത്തിൻ്റെ കൂടെ കഴിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ അതുപോലെ പിന്നെ അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരിപ്പ് പായസം കിടുവായിരുന്നു. പിന്നെ വേറെ 2 പായസം ഉണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയുക അടപ്രഥമനും പിന്നെ പാലടയും. അത് രണ്ടും ഭയങ്കര കട്ടിയായിപ്പോയി, അതായത് ഇങ്ങനെ ഭയങ്കര കുറുകിയിട്ടേ കട്ടിയായിപ്പോയി. കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഊണ് പറഞ്ഞാൽ വാങ്ങിയെന്നുണ്ടല്ലോ ടേസ്റ്റ് നോക്കാൻ വേണ്ടി. ഞങ്ങൾ ഒരു ദിവസം അന്നത്തെ പാലടപ്രഥമൻ നല്ല അങ്ങനെ ഒഴുക്കൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കട്ടി കൂടി. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളൊരു ഓണത്തിന് ഒരു 3 ആഴ്ച മുന്നേ തന്നെ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ്, കാരണം അവരുടെ ഫേമസ് ആണല്ലോ. കാരണം അവിടെ ഫുഡ് കഴിക്കാനും ഒക്കെ ഞങ്ങൾ ചങ്ങരംകുളത്തുള്ള പഴയിടത്തിനാണ് ഞങ്ങൾ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഓരോ കുഞ്ഞു ബോക്സിന് വരെ ഒരു റേറ്റ് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. 15 ഉറുപ്പ്യ ഞങ്ങളുടെ ഒരു ബോക്സിന് മേടിച്ചിട്ടുള്ള കേട്ടോ. അതുപോലെ അങ്ങനെ ഞാൻ തോന്നുന്നു, ചേട്ടൻ അങ്ങനെ പറയണേട്ടെ. അങ്ങനെ ഞങ്ങൾ കുറേ അധികം വിളമ്പി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേടിച്ചതിൽ നമ്മൾ ഒരു ഊണ് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വൈകുന്നേരത്തേക്ക് നമ്മൾ വീണ്ടും ചോറ് വയ്ക്കാൻ നിൽക്കണ്ടെന്ന് ഓർത്തിട്ട്. അപ്പം നമുക്ക് 4 ബക്കറ്റ് ഉണ്ടായിരുന്നു ചോറിൻ്റെ. അതിൽ 2 ബക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നു. 2 ബക്കറ്റ് എടുത്തു. ബാക്കി 2 നമ്മൾ വൈകുന്നേരത്തേക്ക് വെച്ചുവിട്ടു. പിന്നെ കറികളൊക്കെ വൈകുന്നേരം പിറ്റേഴ്സിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധം ഒതുക്കി നമ്മൾ സെറ്റാക്കി എല്ലാം തുറന്ന്. പിന്നെ തുറക്കാത്ത സെറ്റുകൾ നമ്മൾ മാറ്റി വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം എടുക്കാമല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ പിറ്റേ ദിവസം എടുക്കാൻ നമുക്കറിയാലോ, ഓണത്തിന്റെ ഫുഡ് നമുക്ക് ഒരാഴ്ച ഉണ്ടാവും. നാളെ കൊണ്ട് വീട്ടിലേക്ക് എന്താണെങ്കിൽ പ്രത്യേകിച്ച് ഉണ്ടാവും, കൂടുതലുണ്ടാവും. അങ്ങനെ പുളിഞ്ചിയൊക്കെ നമുക്ക് എന്താ പറയുക ഒരു 3 ആഴ്ചക്ക് ഉണ്ടാവും വീട്ടിലുണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ. അങ്ങനെ നമുക്ക് എന്തായാലും കഴിക്കാതിരിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വിളമ്പി അത്യാവശ്യം സെറ്റായി. വെള്ളം ഞങ്ങൾ മുകളിലായിരുന്നു. കാരണം അവിടെ ആകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നല്ല വിസ്തരിച്ചിരിക്കാം, വിളമ്പാനും സുഖം. അങ്ങനെ ഇതാണ് നമ്മുടെ സദ്യവട്ടങ്ങൾ. പഴം, അതുപോലെ എന്താ പറയുക പരിപ്പ്, നെയ്യ്, ബോളി, അതുപോലെ തന്നെ കൊണ്ടാട്ടമുളക്, പുളിഞ്ചി, അച്ചാറ്, അവിയൽ, ഉപ്പേരി, അങ്ങനെ വെള്ളക്കറി, അങ്ങനെ കുറേ കറികളില്ലേ. അതുപോലെ രസം, അതുപോലെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. രസം ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പിന്നെ 3 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. പായസം ഞങ്ങൾ അവസാനം എടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ അതെ നമ്മുടെ പാറക്കുട്ടി അമ്മുക്കുട്ടി എല്ലാവരെയും ഒരു ഉരുള കൊടുക്കാറുണ്ട് അവർക്ക് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഓണത്തിൻ്റെ ഒരു ഞങ്ങൾ മാത്രമായിരിക്കുമ്പോഴത്തെ ഒരു ഓണത്തിൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടാവും, അപ്പച്ചൻ ഉണ്ടാവും, അമ്മച്ചി ഉണ്ടാവും, അനിയ ഉണ്ടാവും, ഞങ്ങൾ 4 പേരുണ്ടാവും. ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലധികം ഓണം, ഞങ്ങൾ ക്രിസ്ത്യൻസ് ഞങ്ങൾ അധികം ഓണം ആഘോഷിക്കും. പക്ഷെ വലിയ കാര്യങ്ങളൊന്നും ചടങ്ങൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങൾ രാവിലെ പൂക്കളിടും. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും കൂടിയിട്ട് കുറച്ച് ചോറും കറികളൊക്കെ ഉണ്ടാക്കും. ഞങ്ങളും ഹെൽപ്പ് ചെയ്യും. പയർ നന്നാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ പയറുപ്പേരി ഒക്കെ ഉണ്ടാക്കും, പച്ചപ്പയർ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കും. കുറച്ച് സാമ്പാറുണ്ടാക്കും. പിന്നെ അതുപോലെ പായസം ഒരെണ്ണം വെക്കും, പപ്പടം, ഒരു അവിയൽ. എനിക്ക് അമ്മച്ചിയുടെ അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിയൽ നിർബന്ധമാണ്. ഞാൻ വീട്ടിൽ പോയി എപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പോയാലും ഞാൻ പറയാൻ ഞാൻ പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അമ്മ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓണം കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുക, വല്ല സിനിമകൾ ടി വിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പുതിയത് വരുമല്ലോ നമ്മൾ കേബിൾ ടി വിയിൽ, അപ്പം അത് കാണുക, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പച്ചന് വല്ല ബോൺസ് അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അപ്പച്ചൻ പറയും നമുക്കന്ന് വൈകുന്നേരം സിനിമ കാണാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറില്ല, കാശുള്ള സമയത്ത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ പോകും. അപ്പം അനിയൻ ചിലപ്പോൾ വരില്ല, അവൻ്റെ കൂട്ടുകാരോടെ കളിക്കാൻ പോകും. അങ്ങനെയാണ്. അപ്പം ഞാനും അമ്മച്ചി അപ്പച്ചനും കൂടിയിട്ട് സിനിമ കാണാൻ പോകും. അതായത് നമ്മളിവിടെ ബസ് കുറവാണ്, രാത്രി 9 മണി വരെ ബസ്സുള്ളൂ. അപ്പം ഞങ്ങൾ സെക്കൻഡിന് പോയേ പെടും, പിന്നെ ഫസ്റ്റിന് പോകും. 6 മണിക്ക് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴേക്കും ഇറങ്ങി ഓടും ബസ് കിട്ടാനായിട്ട്. അതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ. അപ്പം നമ്മുടെ സദ്യക്ക് കഴിഞ്ഞ് എൻ്റെ എല്ലാം നോക്കരുത് കേട്ടോ, കാരണം പാവക്കുട്ടി ഇങ്ങനെ ഒരു വെരിജൽ കഴിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ബോളി കിട്ടിയിട്ടുണ്ട്. 3 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തെ പരിപ്പ് പായസം, പാവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുടിക്കും. പിന്നത്തെ പായസം നമ്മുടെ പാലട. പിന്നത്തെ പായസം അപ്പൊ നമുക്ക് ഈ ബോളി കൂട്ടി ഞാൻ ആദ്യമായിട്ട് കുറെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകണേട്ടോ. നമുക്ക് ബോളി കൂട്ടിയിട്ട് നമ്മുടെ പാലട ഒരു പിടുത്തം പിടിച്ച് നോക്കാം. അപ്പൊ എനിക്ക് പായസത്തില് എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടം പരിപ്പ് പായസമാണ്, നമ്മുടെ ഫേവറേറ്റ് പരിപ്പ് പായസം. അയ്യോ അതേ എടുത്തുണ്ടോ, എന്റെ ബോളി നിറച്ച് ഇതൊക്കെ ഉണ്ട്, എന്താ പറയാ, നമ്മുടെ പുളിഞ്ചൊക്കെ ഉണ്ട്. പാറിന്റെ ഒരു കലാവിരുദ്ധം ഇവിടെയൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ ഓണസദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഓണക്കടി. ഓണത്തല്ല് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാനും ചോദിച്ചും കൂടിയിട്ടുണ്ട് ഫസ്റ്റത്തെ തല്ലാണ് നടക്കാൻ പോണത്. അമ്മച്ചി ഡ്രസ് മാറിയിട്ട് വരും. അപ്പാപ്പനെ നമ്മളപ്പാപ്പന് നമ്മുടെ മാസ്ക് ഒക്കെ വെച്ചെടുത്തു. അത് ശരിയായിട്ടൊന്നുമില്ല, ഇത് പിടിച്ച അതെ ആ സാധനം പൊന്തിച്ച് ഇങ്ങനെ പരത്തി വെക്കി. തലറിഞ്ഞു വീഴും. നേരെ നടന്നോ, നേരെ നോക്കിട്ടാ. അത് ആ കറക്റ്റ് അവിടെ കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടാ. മതി ഇങ്ങോട്ട് വാ ഇവിടെയാണ് വഴി. അങ്ങനെ വേണം. നടന്നോ തിണ്ട്
തിണ്ട് തിണ്ട് അങ്ങനെ സുന്ദരിക്ക് പൊട്ടുകുത്തലിന്റെ ഇടയിൽ അമ്മൂട്ടി കറക്കി കറക്കി ചേട്ടൻ തലയും കുത്തി മലന്നടിച്ച് വീണ്. ചേട്ടൻ എന്നിട്ട് മൂക്ക് പൊട്ടി, മൂക്കിന്റെ അവിടെ നിന്ന് ചോര വന്നു. അതുപോലെ മുട്ടും പൊട്ടിയിട്ടോ, കാരണം അവിടെ ഭയങ്കര ഒരള്ള സ്ഥലമായിരുന്നു. അത് ഭയങ്കര പ്രശ്നം, എനിക്ക് വിഷമായിട്ടാണ് പാവം. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒമ്പത്, 10. കുത്തിക്കോ. ഇല്ല, കുത്തിക്കോ. അങ്ങനെ പറ്റൂല. ഞാൻ ഗ്യാപ്പ് നോക്കട്ടെ. കുത്ത്. ഭയങ്കര കണ്ണിങ് ഇത്. Up, 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 up. Up, 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 up. Up, 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 up. ചൂട് 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 ഭയങ്കര ചൂട് ഭയങ്കര ചൂട്. ആ ചൂട് 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 ചൂട്. ആ ചൂട് 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 കുത്ത് കുത്ത് കുത്ത്. ചൂട് 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 ചൂട്. 1, 2, 3, 4, കുത്ത് 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 കുത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ നേരെ ബീച്ച് കാണാമെന്ന് വിചാരിച്ചു. കാരണം മേമ വന്നിട്ടില്ല, മേമൊന്നും ബീച്ച് കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തിയിൽ അമ്മച്ചിയാണ് ഫസ്റ്റ് വാങ്ങി വന്നത്. അപ്പൊ അമ്മച്ചിക്ക് കുറെ നാളെ ചെരുപ്പ് വേണമെന്ന് പറയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചെരുപ്പ് വാങ്ങാനുള്ള കാശ് അമ്മച്ചിക്ക് കൊടുത്തു കേട്ടോ. പോകുമ്പോൾ ചെരുപ്പ് വാങ്ങാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി ആള് വേണമല്ലോ ചെരുപ്പ് എടുക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ അമ്മച്ചിയുടെ കൊടുത്തു, അങ്ങനെ സമ്മാനമായിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോണ്ടല്ലോ പൂരത്തിനുള്ള ആളുണ്ട് ബീച്ചിൽ. അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇറങ്ങിയിട്ട് വണ്ടി ഇടാൻ തന്നെ കുറെ സമയം എടുത്തു. ജസ്റ്റ് വൈകുന്നേരം ഒന്നും കാണാനില്ല, വീട് എടുക്കാനൊന്നും കാണില്ല. ജസ്റ്റ് അമ്മൂട്ടിന് ഇതുപോലത്തെ ഒരു സാധനമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ചില്ലായിട്ട് നിന്ന് നല്ല വൈബായിരുന്നു കേട്ടോ, കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഓണത്തിന് ബീച്ചിൽ വന്നതാട്ടോ. പക്ഷെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ രാത്രി ഭയങ്കര തിരക്ക്. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ ചെറിയൊരു സന്തോഷത്തിന് നമ്മൾ ബീച്ചിൽ എല്ലാരും കൊണ്ട് വന്നു. പക്ഷെ വന്നപ്പോ ഇറങ്ങിയ സമയം, നമ്മുടെ കളികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയം ഒരുപാട് നേരം വൈകി. അപ്പൊ ഭയങ്കര തിരക്കും ബ്ലോക്ക് തന്നെ. അയ്യോ കുട്ടിയാണ്
ബ്ലോക്ക് തന്നെ കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോ ഭയങ്കര ഹാപ്പി, ഭയങ്കര ഒരു വൈബാ. ഓ ഓ ഓ ഓ കൊടുത്തമ്മോ, കൊടുക്കടാ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ നിന്നിട്ട് കാണാം. കാരണം വെച്ചാൽ എല്ലാവരും ബാക്കിൽ ഇരിക്കേണ്ടി വരിവരിയായിട്ട്, പക്ഷെ ആരും കാണില്ല. ഭയങ്കര ഇരുട്ടാ. പിന്നെ ഭയങ്കര വൈബ്, ഭയങ്കര രസം, നല്ല കാറ്റും ചെറിയ തണുപ്പും രസമുണ്ട്. അപ്പൊ ഞാനും പാറക്കുട്ടി അമ്മക്കുട്ടിയും കൂട്ടിട്ട് അങ്ങനെ നിൽക്കാം, ലൈറ്റ് അടിക്കാം. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടായിരുന്നു, നമുക്ക് കുറെ കറികളൊക്കെ ബാക്കി അങ്ങനെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ ഉച്ചയ്ക്ക് 2 ഗ്ലാസ് പായസടക്കം തട്ടിയിട്ടുണ്ടായിരുന്നു, അത് തന്നെ കഴിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഓണം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ വീട്ടിലെത്തി 11 മണി ആവാറായി രാത്രി. ഭക്ഷണം കഴിച്ചു, സ്കിൻ കെയർ കഴിഞ്ഞു, കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.